ബനാന ഫ്ലവർ ഇത്. ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഈവനിങ്ങിലാണ്. അപ്പം ഇന്ന് അതായത് ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം നമ്മൾ വൈകുന്നേരം ഒന്ന് പാർക്കിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല എന്താ പറയുക കാലാവസ്ഥയല്ലേ. ഇന്ന് ചെറിയൊരു കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഹിലിനെ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സും തൊപ്പിയും എല്ലാം ഇട്ടിട്ട് ഇറക്കിന്. കാര്യം എന്തെങ്കിലും സുഖമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് എല്ലാവർക്കും സുഖക്കേട് വരും, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇതാ ഫുൾ സെറ്റപ്പിൽ ഓൻ ഇറക്കിയിട്ടുണ്ട്. ഓൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സ്കൂട്ടർ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഇത് നമ്മൾ AC പാർക്ക് എന്ന് വിളിക്കുന്ന ഉമുൽസനീം പാർക്കില്ലേ, അവിടത്തേക്കാട്ടാ വന്നതിന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടർ ഓടിക്കാന്നുള്ള ഇതിൽ വന്നതാണ്. പക്ഷേ ഇവിടെ നിറയെ പൂച്ചകളുണ്ട്. ഇവനിക്കാണ് പൂച്ചനെ ഭയങ്കര ഇഷ്ടം. അപ്പം ഓരോ പൂച്ചനെ കാണുമ്പോൾ ഓരോ സൈഡിലേക്ക് പോവും. പിന്നെ സ്കൂട്ടറൊന്നും നോക്കൂല അവന്. അപ്പോൾ ഇന്ന് സ്കൂളും വിട്ട് വന്നിട്ട് പിന്നെ ഇവൻ ഉറങ്ങിയിട്ടില്ല. ബാക്കി 3 പേരും ഉറങ്ങുന്ന. അപ്പോൾ അവർ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ വരുന്നില്ല എന്ന്. അപ്പോൾ ഇവന് ഉറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നതിനു. ഈ പാർക്കിൽ വരെ ഇവനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം, പൂച്ചകളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം മഗ്‌രിബ് വരെ അവിടെ നിന്ന് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ അൽമീറ സ്റ്റാർട്ട് ചെയ്തിനല്ലോ. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടേന്, കുറച്ച് വെജിറ്റബിളും അങ്ങനെയല്ലോ, ഉപ്പേരി വെക്കാനുള്ളൂ അങ്ങനത്തെ എല്ലാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള. അപ്പോൾ ഇവിടെ നമ്മളെ അതായത് നമ്മളെ മലയാളികളുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ, നോക്കിയാൽ. അപ്പോൾ ഞാൻ ആഹിലിന് പറഞ്ഞു കൊടുക്കുന്നതിന് ഇതെന്താ സംഭവം എന്ന്. ബനാന ഫ്ലവർ ഇത്. ഈ ബനാന ഒരു പൂ തരാമോ? ഇത് പൂ പിന്നെ ഞാൻ അധികം എടുക്കുന്ന ഇതാ ഈ ഒരു സംഭവം. ഇങ്ങനെ ഇവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നല്ല കേട്ടോ. അതിൻ്റെ ബീൻസും ലൂസിൽ ഇങ്ങനെ ഇടുന്ന ബീൻസെല്ലാം ചിലപ്പോൾ ഒരു ലൈറ്റ് കളറിലാണ് കാണുക. ഇതുപോലെ പാക്കറ്റിൽ വരുന്ന നല്ല ഗ്രീൻ കളറിൽ തന്നെ നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വെടക്കാവൊന്നുമില്ല. പിന്നെ അതാ ഞാൻ കുറേ കാലം കൂടിയിട്ട് കോളിഫ്ലവർ എടുത്തിന്. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് പിന്നെ വരുന്ന വഴിക്ക് പൊറോട്ടയും മീൻകറിയും വാങ്ങിച്ചിട്ടുണ്ടേന്. അത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഡിന്നർ പരിപാടികളൊന്നുമില്ല. അപ്പം കുട്ടികളെല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനപ്പോൾ ആ ടൈമിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ. ശരിക്കും ഒരു 2-3 ഉപ്പേരീൻ്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാട്ടാ. അല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് വാങ്ങാൻ കയറി കഴിഞ്ഞാൽ ഓരോന്ന് കണ്ടിട്ട് ഓരോന്ന് അങ്ങ് എടുക്കും. പിന്നെ ഇത് വേണ്ടാത്ത ഐറ്റംസ് ഒന്നും അല്ല, വേണ്ടത് തന്നെയാണ്, എന്നാലും പറയാം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമെല്ലാം കഴുകി വെക്കാണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റീസ്റ്റോക്കിങ് സംഭവത്തിന് ഇറങ്ങിയത്.
അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഓറഞ്ചും പഴവും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇവിടെ ഇപ്പോൾ അതിനെ അധികവും വാങ്ങലുള്ള ഓറഞ്ച് കേട്ടോ. കാരണം വേറെ എന്ത് ഫ്രൂട്ട്സ് വാങ്ങിയാലും അതെല്ലാം ബാക്കിയാവും, കുട്ടികൾ തൊടൂല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അപ്പം ഞാൻ വിചാരിക്കും അതന്നെ കുറച്ച് കൂടുതൽ വാങ്ങാമെന്ന്. ഇനി ബാക്കി വന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ക്ലിപ്പിട്ടിട്ട് വെക്കലാണ്. പിന്നെ കുറേ നാൾ കൂടിയിട്ട് നൂഡിൽസ് വാങ്ങിച്ചിരുന്നു. അത് ആഹിൽ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. പൊതുവേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണല്ലോ, ഞാൻ അധികം വാങ്ങിക്കലില്ല ഇത്. പിന്നെ ബ്രെഡ് ഞാൻ 1-2 ദിവസം പുറത്തുതന്നെ വെക്കും. പിന്നെ ഇപ്പോൾ തണുപ്പല്ലല്ലേ, ഞാൻ വിചാരിക്കും ഇനി പൂപ്പലെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഇനിയിപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് തുടച്ച് കിച്ചണെല്ലാം ഒന്ന് നീറ്റാക്കി വെക്കാം. രാത്രി ഇതുപോലെ എനിക്ക് തോന്നുന്നു ഞാൻ ആ പനി വന്ന ആ ഒരു സമയത്താണ് കിച്ചൺ ഒന്നും മൈൻഡാക്കാണ്ട് നിന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ഇറങ്ങാനും തോന്നില്ലേനു. നല്ല നീറ്റായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക വർക്ക് ചെയ്യാനെല്ലാം തോന്നുക. എത്ര കഴിയില്ലെങ്കിലും രാത്രി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ചാൽ പിറ്റേ ദിവസം നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ കിച്ചണിലേക്ക് ഇറങ്ങാനും എല്ലാം ഒരു നല്ലതായിരിക്കും മൊത്തത്തിൽ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മെയിനായിട്ട് പറ്റുന്നൊരു സംഭവം ചായ തിളച്ച് മറിയാന്നുള്ളതാണ്. എനിക്കൊന്ന് അധിക ദിവസവും ചായ തിളച്ച് മറിയും. അതുവരെ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഈ പാലും എല്ലാം അങ്ങനെയാണല്ലോ, നോക്കി നിന്നാൽ അനങ്ങൂല, ഒന്നങ്ങ് കണ്ണ് തെറ്റിയാൽ തിളച്ചങ്ങ് മറിയല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സ്റ്റൗ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം നല്ലോണം ക്ലീൻ ആക്കേണ്ടി വരും. പിന്നെ ഇതെനിക്ക് ക്ലീനാക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ടാണ്. എൻ്റെ അടുത്ത് മുന്നേ ഉള്ള ആ ഒരു കുക്കിംഗ് റേഞ്ചിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് ക്ലീനാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിലും ബാക്കിൽ എന്നല്ല, കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് ടൈൽസാണ് വരുന്നത്, വാള് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അതാവുമ്പോൾ നമുക്ക് ക്ലീനാക്കാൻ ഈസി അല്ലേ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ എണ്ണ തെറിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേഗം ഒന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലീൻ ആവും. ആദ്യം ഞാൻ സ്റ്റൗ മൊത്തത്തിലൊന്ന് തുടക്കും. അതിന് ശേഷം പിന്നെ ടിഷ്യൂ യൂസ് ചെയ്തിട്ടൊന്ന് തുടക്കും. പിന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് തുടക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഇത് ഞാൻ റെഡ് ടാഗിൽ ഇപ്പം എന്തെല്ലോ ഓഫർ നടക്കുന്നുണ്ട്. അങ്ങനെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതല്ല, നമ്മൾ വേറെ ഒരു സാധനം നോക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ അങ്ങനെ കണ്ടതാട്ടാ. അപ്പം അങ്ങനെ അടുത്ത് 5 റിയാലോ അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ നല്ല ആട്ടാ, നന്നായിട്ട് വെള്ളമെല്ലാം ഇങ്ങനെ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈയിങ് മാറ്റും, ഇത് 2 പീസാണ് വരുന്നത്. 10 റിയാല അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു കളറ് എനിക്ക് നല്ല ഇഷ്ടമായി, ഒന്ന് പ്ലെയിനും ഒന്ന് പാറ്റേൺ ആയിട്ട്. ഇത് പിന്നെ പിറ്റേ ദിവസമാണ്. ഇതാ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 മണി 6:10 ആകുന്നുണ്ടെന്ന് തോന്നുന്നു സൂര്യനൊന്ന് ഉദിച്ച് വരാൻ. അതിന് മുന്നേ ചെറുതായിട്ട് വെളിച്ചെല്ലാം വരും. നമ്മൾ 4:30 തന്നെ എണീക്കും. എന്നാൽ ആ ഒരു തിരക്കുണ്ടാവില്ലല്ലോ രാവിലെ. തിരക്ക് എന്നല്ല, ഓരോരുത്തരായി എണീച്ച് ഡ്രസ്സ് മാറ്റി വന്നു കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ പോകാനൊക്കെ ഒരു ബഹളമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഫാത്തിമ എണീക്കും ഒരു 4:30 അങ്ങനെ 4:45 പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് എണീച്ച് വന്ന് റെഡി ആയിട്ട് അവിടെ ഇരിക്കും. ഇപ്പോൾ കിച്ചണിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഇനിയിപ്പം ഇതാ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, ഫുള്ളായിട്ടൊന്നും കുടിക്കില്ല, ഈ പണീൻ്റെ എല്ലാം ഇടയിൽ ഇങ്ങനെ കുടിച്ച് തീർക്കും അങ്ങനെ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഞാൻ സാൻഡ്വിച്ചാണ് കൊടുക്കുന്നത്, എഗ്ഗ് വെച്ചിട്ടുള്ള. പിന്നെ ഫാത്തിമക്ക് എക്സാം ആയതുകൊണ്ട് ഒക്കെ ഫുഡ് വേണ്ട.
ഇന്ന് പിന്നെ കറിയൊന്നുമില്ല, തലേ ദിവസത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. ഇന്നലെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയും ഫിഷ് കറിയും വാങ്ങിക്കുക ചെയ്തത്. അതുകൊണ്ട് ഇന്നിപ്പം ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ. ഈ ഉപ്മാവ് സംഭവം എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. കുറച്ചിങ്ങനെ എന്താ പറയുക, കുഴഞ്ഞ പോലെ ആയിട്ടുള്ള ഉപ്മാവാണ് എനിക്കിഷ്ടം. ഉമ്മ ഉണ്ടാക്കലുണ്ട്. ഉമ്മാക്ക് ഇങ്ങനെ വെറും ഇങ്ങനെ അങ്ങനെ വേണം. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ കുഴഞ്ഞ പോലത്തെ അങ്ങനത്തെ ഇഷ്ടം. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കഴിക്കൂല. കുറച്ച് തിന്ന പോലെ ആക്കിയിട്ട് പോവുക. കൊടുത്തു വിടുന്ന ഫുഡ് കഴിച്ചിട്ട് വരും. ആഹിൽ ആദ്യമൊന്നും കഴിക്കില്ലേനു. പിന്നെ ഇപ്പം ആഹിലിൻ്റെ മിസ്സ് ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കഴിച്ചിട്ട് വരും. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് ഇനി കമൻറ്റിലൊന്നും ചോദിക്കണ്ട. ഇന്ന് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. അപ്പം എണീച്ച് വന്നോടും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ജാക്കറ്റ് എടുത്തിട്ടാ. പിന്നെ ഇത് ക്യാപ്പും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ തട്ടൊന്നും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ നിന്നേട്ടാ. അപ്പോൾ കിച്ചണിലുള്ള ജനലാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിന്. അപ്പോൾ നല്ലൊരു കാറ്റെല്ലാം വരുന്നുണ്ടേനു. പിന്നെ നേരെ പുറത്തേക്കൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ചുറ്റും ബിൽഡിങ്ങിൻ്റെ വാൾ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വലിങ്ങനെ ലൈറ്റൊന്നുമില്ല. അപ്പോൾ ഉപ്മാവ് അവിടെ റെഡിയാക്കി. അപ്പോൾ അവർക്ക് കൊടുത്ത് അവരത് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കട്ടെ. ഞാൻ ഈ വലിയ പാൻ വെച്ച് കൊടുക്കും. അതാവുമ്പം ഒരു പ്രാവശ്യം തന്നെ ആക്കിയാൽ മതിയല്ലോ. ദോശയെല്ലാം ഞാൻ ഇതിൽ തന്നെ ആക്കൽ. നമ്മളെ നെയ് റോസ്റ്റെല്ലാം ആക്കാൻ അടിപൊളിയാണ് കേട്ടോ. ചെറിയ ചെറിയ റോട്ടി ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു 10-12 ആക്കലുണ്ട്. പെട്ടെന്നാക്കി കഴിയും, ഒറ്റ ട്രിപ്പിൽ തന്നെ ആക്കാമല്ലോ അങ്ങനെ. പിന്നെ മുട്ടയെല്ലാം ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം പാൻ ചൂടുണ്ടാവണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ഒലിച്ച് സൈഡിലേക്ക് പോകും. കാര്യം ഇതിനങ്ങനെ വക്കുമില്ലല്ലോ. ഇതിപ്പോൾ ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. ഇതിലിപ്പം മുട്ട, കുരുമുളക്, ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ സോസ് ഇട്ട് അങ്ങനെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാൻഡ്വിച്ച്. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ എനിക്ക് ഈസി ആണല്ലോ, അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ആക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വെള്ളക്കാപ്പിയും കൂടെ റെഡിയാക്കിനെ. ഫാത്തിമ ഇപ്പം എണീച്ച പാടും ചോദിക്കും കാപ്പി ഉണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാപ്പിപ്പൊടി തീർന്ന്. ഇതിപ്പം ലാസ്റ്റ് ആ കാപ്പിപ്പൊടിയും കൊണ്ടുള്ള ലാസ്റ്റ് കാപ്പിയാണ്. ഇനിയിപ്പം ഇൻഷാ അല്ലാഹ് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ അന്വേഷിച്ചിന്. അന്നേരം നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ കാപ്പിപ്പൊടി കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ദോഹയിൽ കിട്ടുന്നതായിട്ട് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടിഫിനെല്ലാം റെഡിയാക്കിന്. ഇനിയിപ്പം സെക്കൻഡ് റീസസിനേക്ക് ഞാൻ ആഹിലിന് ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടല്ലോ, അതാ വെച്ച് കൊടുക്കുന്നത്. 2 അത്രേ കഴിക്കുള്ളൂ. പിന്നെ ദുവാക്ക് ബിസ്ക്കറ്റ്. ആയിഷക്കൊന്നും വേണ്ടെന്ന് പറയും, ഒരു റീസസിൻ്റെ തന്നെ മതി എന്ന് പറയും. പിന്നെ ഫാത്തിമാക്ക് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഫുഡ് ഇന്ന് വേണ്ട, പ്രീ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന. ഹലോ, ഇല്ലു നോ നോ.
പിന്നെ മക്കളെ കൊണ്ടാക്കി വന്ന് റൈസ്ക്ക് ഇതാ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട്. റൈസ്ക്കാക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഉപ്മാവ്. കാര്യം ബാംഗ്ലൂരിൽ റൈസ്ക്ക കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ അധികവും ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവേനു എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് മടുത്തതാണ്. എന്നാലും ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്മാവിൽ ഞാൻ കുറേ പരീക്ഷണങ്ങൾ ചെയ്യലുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പം എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ എല്ലാം ഇട്ടിട്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കലുണ്ട്. അങ്ങനെയെല്ലാം ഒന്ന് പരീക്ഷിച്ച് ആ ഒരു പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നതിലും എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പ്ലെയിനായിട്ടുള്ളതാണെങ്കിലും. എന്നാലും ഇവർക്ക് മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കലുണ്ട്. ഇത് പിന്നെ ഉച്ചക്കേക്കുള്ള ഉപ്പേരീൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിൽ എടുത്തിടാണ്ടിനു. നേരത്തെ വാങ്ങിയ പയറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ബ്രോക്കോളി ഉണ്ട്. ഞാൻ ഇപ്പം വരെ നല്ല ബ്രോക്കോളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊരു വാടിയ പോലത്തെ ഉണ്ടാവുക. നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികവും നമ്മൾ ആ ഒരു 1 വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ബ്രോക്കോളി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. നല്ലതല്ല. കുട്ടികൾ അധികവും മക്കൾക്കെല്ലാം ഈ വെജിറ്റബിൾസിനോടൊരു അലർജി പോലെയാണല്ലോ. ചിക്കന് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ഫിഷെല്ലാണെങ്കിലും ഓക്കെ. അപ്പം പച്ചക്കറി ഞാൻ എന്തായാലും അവരെ കൊണ്ട് ഉച്ചക്ക് തിന്നിപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. കാര്യം ആ ഒരു നേരത്ത് ചോറിൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം 1-2 ദിവസം ഞാൻ ചീര ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ബ്രോക്കോളി കിട്ടിയാൽ അത് ആഡ് ചെയ്യും. ഒന്നുമില്ല, ഇതിങ്ങനെ പ്ലെയിനായിട്ട് ഉപ്പ്, കുരുമുളക്, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടറിൽ ഞാനൊന്നിങ്ങനെ സോട്ട് ചെയ്തിട്ട് ഇഷ്ടം അവർ കഴിച്ചോളും. ആഹിലിന് വലിയ ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ചോറിൻ്റെ ഉള്ളിലിട്ടിട്ട് കൊടുത്താലും ഓനൊന്നും അറിയില്ല. TV കണ്ടുകൊണ്ടിരിക്കും തിന്നുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അതങ്ങ് വയറ്റിലായിക്കോളും. അതുപോലെ ഞാൻ ബ്രോക്കോളി ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പെല്ലിട്ടിട്ട് അങ്ങനെ ഇട്ട് വെക്കലാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പച്ച കളർ, നല്ലൊരു പച്ച കളറായിട്ട് വരും ബ്രോക്കോളീൻ്റെ. പിന്നെ അതിൻ്റെ തണ്ട് ഞാൻ കളയുന്നില്ല. ഹാർഡായിട്ടുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കി ഞാൻ ഇപ്പം ഒന്നുമില്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ഉപ്പേരിയെല്ലാം ഉണ്ടാക്കുമ്പം അതിനും ഈ തണ്ടിനും ഏകദേശം ഒരേ വേവാണ് വരുന്നത്. അന്നേരം അങ്ങനെ കട്ട് ചെയ്തിടാം. ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കുമല്ലോ. ഞാൻ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എഗ് റൈസ്, ഫ്രൈഡ് റൈസ് പോലത്തെ മഷ്റൂം റൈസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു പണിയും കൂടി ഉണ്ട്. എനിക്ക് ഉണ്ണിയപ്പത്തിന് അരച്ച് വെക്കാനുണ്ട്. ഇന്നലെ രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ, എന്നിട്ട് ഇന്നലെ വൈകുന്നേരം ചുടാന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷേ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് അരച്ച് വെച്ചാൽ ശരിക്കും നെയ്യപ്പം അല്ല ഉണ്ണിയപ്പം എല്ലാം തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് വെക്കട്ടെ. അരക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാട്ടാ. എനിക്കിത് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നുന്നത്. പച്ചരി പിന്നെ അതിലേക്കനിതാ വെള്ളം ഉരുക്കി അതിലാണ് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കില്ല. പിന്നെ പഴം ചേർത്ത് കൊടുക്കും. പിന്നെന്താ കുറച്ച് വറ്റി ചേർത്ത് കൊടുക്കും. ചോറില്ലേ അത് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം, അത്രയേ ഉള്ളൂ. അതിൻ്റെ നന്നായിട്ട് അരച്ചെടുക്കും. ചെറിയൊരു തരി പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര നൈസായിട്ട് വേണമെന്നില്ല. അപ്പോൾ ഇത് അരച്ചെടുത്തിന് ഇനി ഇതിലേക്ക് ഏലക്കായ്പ്പൊടി, പിന്നെ എള്ള്, പിന്നെ തേങ്ങ കൊത്തിടുന്നതിന് പകരം ഞാൻ ഇപ്രാവശ്യം
തേങ്ങാക്കൊത്ത് എൻ്റെ അടുത്തില്ല. ഇടയ്ക്കിടലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പ്ലെയിനായിട്ട് തന്നെ ആക്കല. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്യിൽ തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് വറുത്തിടാന്ന്, ഒരു പരീക്ഷണം പോലെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഒന്ന് തിന്ന സമയത്ത് ഉണ്ടാക്കിയിട്ട് തിന്ന സമയത്ത് അങ്ങനെ ഒന്നും അറിയാനൊന്നും ഇല്ലേനു. കുറച്ച് അധികം ഇട്ടാൽ ചിലപ്പം ഇങ്ങനെ നമ്മൾ കടിക്കുന്ന സമയത്ത് അത് അറിയായിരിക്കും. നെക്സ്റ്റ് ടൈം അങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇൻഷാ അല്ലാ. പിന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിന്. നെയ്യ് ഞാൻ നേരത്തെ ആഡ് ചെയ്ത് പോയി. ശരിക്കും അത് ഇടേണ്ട ആവശ്യമില്ലേനു. ഞാൻ നെയ്യിൽ തേങ്ങ വറുത്തിട്ടിടുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതിയേനു. അത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. അത് ചേർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നന്നായി മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക, അത്രയേ ഉള്ളൂ. രാവിലെ തന്നെ ഞാൻ ഇതുപോലെയുള്ള പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യേണ്ടതെല്ലാം അവിടെ ചെയ്തു വെക്കും. എന്നിട്ട് പിന്നെ ബാക്കി ക്ലീനിങ്, പിന്നെ എന്താ പറയുക, അലക്കി ആറിയിടാനുണ്ടാവും, ഇല്ലെങ്കിൽ മടക്കി വെക്കാനുണ്ടാവും, അങ്ങനെയെല്ലാം ആയിട്ട് നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ കിച്ചണിൽ ഇറങ്ങൽ. ഇതിപ്പോൾ അങ്ങനെയുള്ള പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ ഇറങ്ങിയത്. ഇന്നിപ്പം കറിയൊന്നും വെക്കുന്നില്ല. ഇന്നലത്തെ പരിപ്പ് കറിയുണ്ട്, ചോറ് ആകുന്നുണ്ട്, പിന്നെ ഇതാ പപ്പടം, ബ്രോക്കോളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉപ്പേരിയും കൂടെ ആക്കല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇനിയിപ്പം കുട്ടികൾ വരും, ഒരു തിരക്കും കാര്യങ്ങളും ലഞ്ച് കഴിക്കലും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.